തുടങ്ങുകയാണ്. പോത്തുകൽ എണ്ണി തുടങ്ങിയിട്ടില്ല. ഇടക്കര വഴിയാണ് 5418 എന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് വന്നിരിക്കുന്നത് UDF. ഇനി ആ ഭൂരിപക്ഷം ഉയരാൻ എവിടെയെല്ലാം സാധ്യതയുണ്ടെന്ന് നോക്കണം. പോത്തുകലിൽ ഇടതുപക്ഷത്തിന് വോട്ട് ഉയർത്താനുള്ള സ്ഥലമാണ്. ചുങ്കത്തറയിൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ചുങ്കത്തറയിലും നിലമ്പൂർ നഗരസഭയിലും മാത്രമാണ് ഇനി ഏതെങ്കിലും തരത്തിൽ വോട്ട് ഉയർത്താനുള്ള സാധ്യത. UDF-നെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ഉയർത്താനുള്ള സാധ്യത. മറ്റ് ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ LDF-ന് സ്വാധീനമുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വോട്ട് നില, ഈ ലീഡ് നില കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോഴും 5418 എന്ന നിലയിൽ എത്തിയിരിക്കുന്നു ഷൗക്കത്ത്. വലിയ രീതിയിൽ തിരിച്ചു വരിക ഇടത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാകുന്ന കാര്യമാണ്. UDF-ന് ഭൂരിപക്ഷം എത്രത്തോളം കുറയും, അൻവർ ഇനി എത്ര വോട്ടുകൾ പിടിക്കും എന്നുള്ളതൊക്കെയാണ് ഇനിയുള്ള സമയത്ത് അറിയാനുള്ളത്. പോത്തുകല്ല് എണ്ണി തുടങ്ങിയിട്ടില്ല. പോത്തുകല്ല് 28 ബൂത്ത്, റൗണ്ട് 8 മുതൽ 7ൽ ഒരു ബൂത്തുണ്ട്. പോത്തുകല്ല് എടക്കര തീരുമ്പോഴുള്ള ചിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് 5000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് രഞ്ജിത്ത്, പോത്തുകല്ലിലേക്ക് കൗണ്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. പോത്തുകല്ലിലെ പ്രധാനപ്പെട്ട 2 റൗണ്ടുകൾ, പ്രത്യേകിച്ച് 8, 9 റൗണ്ടുകൾ നിർണായകമാണ്. ഈ റൗണ്ടുകളാണ്. എന്തുകൊണ്ട് പോത്തുകല്ല്? അതിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അവിടെ M സ്വരാജിന്റെ ജന്മസ്ഥലമാണ് പഞ്ചായത്ത്. ഒപ്പം തന്നെ VS ജോയ് അവിടെ DCC പ്രസിഡന്റ് കൂടി സ്ഥലമാണ്. ഒപ്പം ഈ പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ നിർണായകമായ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഇടം കൂടിയാണ് പോത്തുകല്ല്. അതുകൊണ്ട് ഈ പ്രളയ ദുരിതാശ്വാസം എങ്ങും എത്തിയില്ല എന്ന പ്രതിപക്ഷ ആരോപണമൊക്കെ ജനം ഏറ്റെടുത്തോ, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കോട്ട ആ രീതിയിൽ തന്നെ അവർ നിലനിർത്തുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ കൗണ്ടിംഗ് ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായി ഇടതുപക്ഷം അല്പം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഇടം പോത്തുകല്ല് തന്നെയാണ്. പോത്തുകൽ പഞ്ചായത്ത് പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്താണ്? നിർണായക ചോദ്യമാണ്. അവിടെയാണ് കൗണ്ടിംഗ് ആരംഭിക്കുന്നു പോത്തുകല്ലിലേക്ക്. പോത്തുകല്ലിലേക്കാണ് ഇനി പോകേണ്ടത്. LDF-ന് ഈ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. 5418 ഇപ്പോഴത്തെ ഭൂരിപക്ഷമെങ്കിൽ അത് താഴേക്ക് വരുമോ പോത്തുകൽ എണ്ണുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം തന്നെയാണ്. അവിടെ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. പോത്തുകല്ല് നിർണായകം തന്നെയാണ് കാര്യങ്ങൾ. നമുക്കറിയാം, പോത്തുകല്ല് പഞ്ചായത്തുകൾ എണ്ണുന്നത് അത് 8ഉം 9ഉം റൗണ്ടുകളായാണ്. മൊത്തം 28 ബൂത്തുകളുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം പോത്തുകല്ലിൽ 540 വോട്ടുകളുടെ ഭൂരിപക്ഷം LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. PV അൻവർ ആയിരുന്നു LDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിക്ക് 506 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് മുകളിലേക്കുള്ള ഒരു ഭൂരിപക്ഷം പോത്തുകല്ലിലും LDF താഴേക്ക് പോയാൽ UDF ക്രമാനുഗതമായി അവിടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായും കുറഞ്ഞ വോട്ടുകൾക്കായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാറ്റേൺ UDF-ന് പ്രതീക്ഷിച്ച പോലെ ഇടതുപക്ഷത്തിന് കണ്ണടച്ച് ഈ പാറ്റേണെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഭരണവിരുദ്ധ വികാരം എപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വന്യമൃഗ ജീവി ശല്യം കഴിഞ്ഞ ഈ വർഷങ്ങളിലെല്ലാം ശക്തമായത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം നടന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് പോത്തുകല്ല്. അതുകൊണ്ട് ഇത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ LDF-ന് സ്വാധീനമുള്ള പഞ്ചായത്ത് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പോത്തുകല്ലിൽ അതായത് ജനകീയ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ജനകീയ വിഷയങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഭരണവിരുദ്ധ വികാരം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോത്തുകല്ല് ഈ കഴിഞ്ഞ നമ്മുടെ പ്രതീക്ഷ പോലെ 541 ലീഡിന്റെ പാറ്റേണിൽ പ്രതീക്ഷിക്കാൻ ഇടത്